ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ 2024 ഈ ഒരു വർഷത്തെ ചില ആനിമേസിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. റിലീസായതും റിലീസാകാൻ പോകുന്ന ചില ആനിമേസിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ വീഡിയോ ഇറങ്ങാം. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ സോളോ ലീവിങ് എന്നൊരു ന്യൂ അനിമയാണെങ്കിൽ റിലീസായിട്ടുണ്ട്. സോ ഈ ഒരു മാസം തന്നെയായിരുന്നു. സോ 2 എപ്പിസോഡ്സ് ഐ തിങ്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ആരെങ്കിലും കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. സോ ഞാൻ ആക്ച്വലി കണ്ടില്ല. സോ എനിക്ക് കാണണമെന്നുണ്ട്, പെൻഡിങ്ങിലാണ്. സോ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഗെയിം ബേസ്ഡ് പോലെയാണ്. ഒരു പോർട്ടൽസൊക്കെ ചില ഡയമെൻഷനിൽ നിന്ന് ഓപ്പണാകും. അപ്പോൾ ഇവർ അങ്ങോട്ട് പോയി ആ ഒരു ഗെയിം കളിക്കണം. അതായത് ചില മോൺസ്റ്റേഴ്സൊക്കെ വരും, അവരെയൊക്കെ ഡിഫീറ്റ് ചെയ്യണം. സോ അങ്ങനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് റിയൽ ലൈഫിൽ തന്നെ ചില എമൗണ്ട് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. അപ്പോൾ 2 എപ്പിസോഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾറെഡി ഈ അനിമി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻ കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ ക്ലാസ് റൂം ഓഫ് ദ എലിറ്റ് എന്നൊരു അനിമയുടെ സീസൺ 3 ആക്ച്വലി ഒരു മാസം തന്നെ വന്നിട്ടുണ്ട്. ഐ തിങ്ക് സീസൺ 3 വന്നെന്ന് തോന്നുന്നു. സോ ടൈമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഞാൻ ആക്ച്വലി സീസൺ 1 കണ്ടിട്ടുണ്ട്. സീസൺ 2 കുറച്ച് എപ്പിസോഡ്സ് കണ്ടിട്ട് അങ്ങനെ ഇട്ടിട്ട് പോയി. പിന്നെ ഇനിയിപ്പോൾ കാണണം, ഇനി ഒന്നേനെ കാണണം. സോ അപ്പം ഈ ഒരു അനിമയുടെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഒരു 18+ ആയിട്ടുള്ള അനിമയാണ്. ഒരു ഡിഫറെൻറ്റ് അനിമയാണ്. ഒരു സൈക്കോളജി ത്രില്ലർ ആയിട്ടുള്ള ഒരു അനിമയാണ്. സാധാരണ അനിമ പോലെ ആക്ഷനൊന്നുമല്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അനിമി കാണണമെങ്കിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കണമെന്ന് പറയേണ്ടി വരും. ഇത് ഒരു സ്കൂളിൽ നടക്കുന്ന കാര്യമായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സ്കൂളും കുറച്ച് പിള്ളേരും, ബട്ട് ഒരു ഡിഫറെൻറ്റ് സ്കൂളാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ സ്കൂളല്ല. സോ അവിടെ ഒരു എന്താ പറയുക, പിള്ളേരെയൊക്കെ പല മിഷൻസ് പോലെ ആയിട്ട് അവർ ചെയ്യും. സോ അപ്പം അതിൽ ജയിക്കുന്ന റാങ്ക് കൂടുതൽ സ്കോറൊക്കെ എടുക്കുന്നവർക്ക് നല്ലൊരു ഹൈ ഡിവിഷനിലോട്ട് പോകാൻ പറ്റും. സോ അതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. സോ അപ്പം ടൈമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇപ്പോൾ സീസൺ 3 വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൺ പീസിൻ്റെ എഗട്ട് ഐലൻഡ് ആർക്ക് ആക്ച്വലി വന്നിട്ടുണ്ട്, റിലീസായി. സോ ഇപ്പം റണ്ണിങ്ങിലാണ്. സോ ഈ ഒരു ആർക്ക് നിറയെ പേർക്ക് ഇഷ്ടമായിരിക്കും. കാരണം കൈഡോയൊക്കെ തോപ്പിച്ച ശേഷം വാനോ ആർക്കിന് ശേഷം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാങ്കയിൽ പ്രകാരം നമ്മുടെ വേഗ് ഓഫ് പോങ്കൊക്കെ വരുന്നുണ്ട്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിവീൽ ആവുന്ന ഒരു ആർക്കാണ് ഇത്. സോ ഒരു എന്താ പറയുക, ഒരു ടെക്നോളജി പോലത്തെ ഒരു ആർക്കാണ്, ഒരു മോഡേൺ പോലത്തെ ഒരു ആർക്കാണ്. ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ആർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. സോ അപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒപ്പീനിയൻസ് ഉറപ്പായിട്ട് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ ഡീമൺ സ്ലേയറിൻ്റെ സീസൺ 4 ഈ ഒരു വർഷം ഏപ്രിൽ മന്തിൽ വരും എന്നാണ് പറയുന്നത്. ആൾറെഡി സീസൺ 3 വേറെ ലെവലായിരുന്നു. കിട്ടില്ല അനിമേഷനായതിന്, കംപ്ലീറ്റ് ആക്ഷൻ പാക്കേജ് ആയതിന്. അതുപോലെ തന്നെ സീസൺ 4 വലിയൊരു എക്സ്പെക്റ്റേഷൻ തന്നെ ഉണ്ട്. സോ ഐ തിങ്ക് ഇനി പറഞ്ഞ ആർക്ക് ഹഷിറ ട്രെയിനിങ് ആർക്ക് എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വെയിറ്റിംഗ് ആണ്. സോ ആരൊക്കെ ഡീമൺ സ്ലേയറിൻ്റെ സീസൺ 4 വേണ്ടി വെയിറ്റിങ്ങിന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ കൈജു നമ്പർ 8 എന്നൊരു അനിമി റിലീസ് ആവുന്നുണ്ട്. ഏപ്രിൽ മന്താണ് വരാൻ പോകുന്നതാണ് പറഞ്ഞത്. ആക്ച്വലി ഈ ഒരു അനിമിക്ക് വലിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. മാങ്ക സൈഡിലൊക്കെ നല്ല റിവ്യൂ കിട്ടിയ ഒരു അനിമിയാണ്. സോ എന്തായാലും വരുമ്പം കാണണം. സോ ആരൊക്കെ വെയിറ്റിങ്ങിന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ വൺ പഞ്ച് മാൻ്റെ സീസൺ 3 ഈ ഒരു വർഷം വരുമെന്നാണ് പറയുന്നത്. മാർച്ചിലോ എന്തോ വരുമെന്നാണ് പറയുന്നത്. നോട്ട് ഷുവർ, ഉറപ്പില്ല. സോ കാരണം ഈ വൺ പഞ്ച് മാൻ സീരീസ് ഒരു വലിയൊരു പോപ്പുലർ സീരീസാണ്. പ്രത്യേകിച്ച് സൈറ്റാമയൊക്കെ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ പോപ്പുലർ അനിമി ക്യാരക്ടേഴ്സിൽ ഒരാളാണ്. ബട്ട് ഇതുവരെയായിട്ട് സീസൺ 3 വന്നില്ല എന്ന് പറയുന്ന ഒരു കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വർഷം സീസൺ 3 വരുമെന്ന് പ്രതീക്ഷിക്കാം. സോ ആരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ ജുജുത്സു കൈസൻ്റെ സീസൺ 3 ഈ ഒരു വർഷത്തെ എൻഡിലൊക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. സോ അപ്പം ആൾറെഡി സീസൺ 2 വേറെ ലെവലായാലും നമ്മുടെ ചാനലിൽ തന്നെ റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. കിട്ടില്ലതിന് അനിമേഷനും ആക്ഷനും എല്ലാം കൊണ്ട് ഗംഭീരമായിരുന്നു. ഇപ്പോൾ സീസൺ 3 ഒരു വലിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പ്രത്യേകിച്ച് അതിലാണ് ഐ തിങ്ക് ഗോജോയും സുക്കുനയും തമ്മിലൊക്കെ ഫൈറ്റൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞാൻ കട്ട വെയിറ്റിംഗ്. ഞാൻ മാങ്ക ഒന്നും റീഡ് ചെയ്തില്ല, കാരണം അനിമയിൽ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. സോ ആരൊക്കെ വെയിറ്റിങ്ങിന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ ചെയിൻസാ മാൻ്റെ സീസൺ 2 ഈ ഒരു വർഷത്തെ എൻഡിലൊക്കെ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം സത്യം എന്ന് അറിഞ്ഞുകൂടാ. സോ ചെയിൻസാ മാൻ ആ ഒരു സീരീസ് കിടലാണ്. കംപ്ലീറ്റ് ഒരു ആക്ഷൻ ബ്രൂട്ടൽ ആയിട്ടുള്ളൊരു സീരീസാണ്. സോ അപ്പം ഞാൻ അടുത്ത സീസണിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഒരു വർഷം വന്നാൽ കൊള്ളാം. സോ നിങ്ങൾ ആരൊക്കെ വെയിറ്റിംഗ് കമൻറ്റിലൊന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വർഷത്തെ ചില അനിമീസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ബട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്ന ചില അനിമീസിനെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങളില്ല ഏത് അനിമീസിന് വേണ്ടിയാണ് വെയിറ്റിംഗ് താരകമല്ലോ എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.